നമസ്കാരം. പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കുന്നത് മുടക്കാൻ ശ്രമിച്ചവരെന്ന് സുരേഷ് ഗോപി എം.പി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആരാണ് പദ്ധതി കൊണ്ടുവന്നതെന്ന് നെഞ്ചിൽ കൈവച്ച് പറയണം. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട തള്ളുകാരോടൊപ്പം താനില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. 97 മുതൽ സമരം ചെയ്തവരാണ് വിഴിഞ്ഞത്തിനായി പ്രവർത്തിച്ചത്. ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കുന്ന മഹാന്മാർ നെഞ്ചത്ത് കൈവച്ച് പറയണം ഇത് ആരുടെ പദ്ധതി എന്നതും സുരേഷ് ഗോപി പറഞ്ഞു. കൊച്ചിയിൽ വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചി ചെങ്ങമ്മനാട് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ചെങ്ങമ്മനാട് കപ്രശ്ശേരി വടക്കുംചേരി വീട്ടിൽ ജെയ്മിയുടെ മകൻ അഗ്നലാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞ് മുറിയിലേക്ക് പോയ ശേഷമായിരുന്നു സംഭവം. വാതിൽ തുറക്കാതായതോടെ ചവിട്ടി തുറന്നപ്പോഴാണ് കുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. നെടുമ്പാശ്ശേരി പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. യൂട്യൂബ് വീഡിയോ പരീക്ഷിച്ച് സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായി 4 കുട്ടികൾ ബോധരഹിതരായി. കൊടുങ്ങല്ലൂരിൽ സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായ 4 വിദ്യാർത്ഥികൾ ബോധരഹിതരായി. പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ബോധരഹിതരായത്. ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളുമാണ് സ്വയം ഹിപ്നോട്ടിസം നടത്തിയത്. മറ്റു കുട്ടികളുടെ സഹായത്തോടെ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിച്ചതോടെ കുട്ടികൾ ബോധരഹിതരായി വീഴുകയായിരുന്നു. ഇവരെ അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. യൂട്യൂബിൽ കണ്ട വീഡിയോ കുട്ടികൾ പരീക്ഷിച്ചതെന്നാണ് സൂചന. കുട്ടികൾ ബോധരഹിതരായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഫലം. BJPക്ക് കനത്ത തിരിച്ചടി. ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം. 7 സംസ്ഥാനങ്ങളിലായി 13 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് വൻ മുന്നേറ്റം. 7 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി ജയിച്ചു. 4 സീറ്റുകളിൽ ലീഡ് തുടരുന്നു. 2 മാത്രമാണ് ഇന്ത്യയ്ക്ക് ലീഡ്. ബീഹാർ, ബംഗാൾ, തമിഴ്നാട്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. റായ്ഗഞ്ച്, രൺഘട്ട് ദക്ഷിണ, ബഗ്ദ, മണിക്തല, ദെഹ്റ, ഹമീർപൂർ, നാലഗഡ്, ബദരിനാഥ്, മംഗലൂർ, ജലന്ധർ വെസ്റ്റ്, റൂപൌലി, വിക്രവണ്ടി, അമർവാര എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. MLA മാരുടെ മരണത്തെയും രാജിയെയും തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. PSC അംഗത്വത്തിന് കോഴ. പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. PSC കോഴ ആരോപണത്തിൽ കടുത്ത നടപടിയുമായി CPM. ആരോപണവിധേയനായ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത്. CPM ജില്ലാ കമ്മിറ്റിയാണ് കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്തത്.